Praise be to Jesus Christ and blessed Virgin Mary. Welcome back to Catholic Vakabi. ഞാൻ ആഷിഖ് ജോയ്. As usual, let us begin with a prayer. Pater noster qui es in chalice, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. കാർമൽ മാതാവിൻ്റെ ഉത്തിരയത്തെക്കുറിച്ച്, ബ്രൗൺ സ്കാപ്പുലറിനെ കുറിച്ച് കുറച്ച് പേര് സംശയങ്ങൾ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാമുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ആദ്യമായിട്ട് മാർട്ടിൻ, എനിക്ക് തോന്നുന്നു പ്രൊട്ടസ്റ്റൻ്റുകാരനാണെന്ന് തോന്നുന്നു, ഉത്തിരിയം ധരിക്കുന്നത് എന്തിനാണ്? ഉത്തിരിയത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഒരു ഭാഗത്ത് ആത്മീയ കച്ചവടം, മറുഭാഗത്ത് വിശ്വാസത്തിൻ്റെ അന്ധതയിൽ നിന്നും ഉടലെടുക്കുന്ന ആത്മീയ സംതൃപ്തി. പെന്തക്കോസ്തക്കാർ പ്രൊട്ടസ്റ്റൻ്റുകാരായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്കൊരിക്കലും അത് അക്സെപ്റ്റബിൾ ആവില്ല. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ്, വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പറയാണ്. ഉത്തിരിയം എന്നത് മാതാവിൻ്റെ വസ്ത്രമാണ്. 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് നൽകിയ മാതാവിൻ്റെ വസ്ത്രമാണ് ഉത്തിരിയം. ഇത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും മാതാവ് നൽകിയത്. മാതാവിൻ്റെ ഈ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ഈ ഉത്തിരിയം ധരിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയും നിത്യ നരകാഗ്നിയിൽ വീഴില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോമിസ്. ഓരോ നൂറ്റാണ്ടിലും കത്തോലിക്ക തിരുസഭയിൽ ദൈവം ഓരോ ഡിവോഷൻസ് കൊണ്ടുവരാറുണ്ട്. പരിശുദ്ധ ജപമാല, കരണക്കൊന്ത, ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി, ബ്രൗൺ സ്കാപ്പുലർ, ഗ്രീൻ സ്കാപ്പുലർ, റെഡ് സ്കാപ്പുലർ, ബ്ലൂ സ്കാപ്പുലർ, മിറാക്കുലസ് മെഡൽ, ബെനഡിക്റ്റൻ മെഡൽ, ഇതെല്ലാം ഓരോ കാത്തലിക് ഡിവോഷൻസാണ്. ഇതെല്ലാം പ്രൈവറ്റ് റെവലേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് വിശുദ്ധ ബൈബിളിലും കാണാവുന്നതാണ്. ബ്രൗൺ സ്കാപ്പുലർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിന് ഫ്രണ്ടിലും പിറകിലും പ്രൊട്ടക്ഷനുണ്ട്. പഴയ നിയമത്തിൽ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ, ഇസ്രായേൽ ജനം യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാലത്തും യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അവർ ആമേഴ്സും വെപ്പൺസ് എല്ലാം ധരിച്ചിട്ടാണ് അവർ പോകുന്നത്. സോ ഇത് ഒരു തരത്തിലുള്ള ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഫ്രണ്ടിലും നമ്മുടെ പിറകിലും. അതുകൊണ്ടാണ് ഉത്തിരിയം കഴുത്തിൽ ധരിക്കണം എന്ന് പറയുന്നത്. ജപമാല എന്താണ്? അത് വാളാണ്. സോ നമ്മളൊരു ആത്മീയ യുദ്ധത്തിലാണ്. ആ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമുക്കുണ്ടാകുന്ന അറ്റാക്സ് ചെറുക്കാനും ഇത്തരത്തിലുള്ള കാത്തലിക് ഡിവോഷൻസ് നമ്മെ സഹായിക്കുന്നു. ഇതാണ് ചുരുങ്ങിയ വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട്, ശനിയാഴ്ച വരം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാമോ? ആമി ചോദിക്കുകയാണ്. ശനിയാഴ്ച വരം എന്നാൽ 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ കന്യകാമറിയം ഉത്തിരിയം നൽകിയിട്ട് പറഞ്ഞു, ഇത് ധരിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയും നിത്യനരകാഗ്നിയിൽ വീഴില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പ്രോമിസ്. പിന്നീട് മാർച്ച് 3-ാം തീയതി 1322 ജോൺ 22-ാമൻ മാർപ്പാപ്പ ഒരു പാപ്പൽ ബുള്ള് ഇറക്കിയിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഉത്തിരിയം ധരിച്ച് മരിക്കുന്ന വ്യക്തി ഇനി ശുദ്ധീകരണ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ വ്യക്തി മരിച്ച ശേഷം വരുന്ന ആദ്യത്തെ ശനിയാഴ്ച, മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച അല്ല, ആ വ്യക്തി മരിച്ചതിന് ശേഷം വരുന്ന ശനിയാഴ്ച ദിവസം മാതാവ് ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി ശനിയാഴ്ച വരം നേരത്തെ സ്വീകരിച്ച ഉത്തിരിയം ധരിച്ചിട്ടുള്ള വ്യക്തികളെ സ്വർഗത്തിലേക്ക് മാതാവ് കൊണ്ടുപോകും. ഇത് മാർപ്പാപ്പയ്ക്ക് മാതാവ് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ ദർശനം നൽകിയിട്ട് അറിയിച്ചത്. അത് മാർപ്പാപ്പ ഒരു പാപ്പൽ ബുള്ള് വഴി മാർപ്പാപ്പ ഇത് സഭയെയും ലോകത്തെയും അറിയിക്കുകയായിരുന്നു. സോ ഈ ശനിയാഴ്ച വരെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഒരു കർമ്മലീത്ത വൈദികനെ കണ്ട്, അത് സാധാ കർമ്മലീത്ത വൈദികനല്ല, ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട വൈദികരുണ്ട്. ആ പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ട വൈദികരെ കണ്ട് നമ്മൾ ഇത് എൻറോൾ ചെയ്ത് പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലി നമ്മൾ വാങ്ങിക്കേണ്ടതാണ്. ഇതാണ് ശനിയാഴ്ച വരം. അപ്പോൾ ഈ ശനിയാഴ്ച വരെ സ്വീകരിക്കുന്നതോടുകൂടെ നമ്മൾ കർമ്മലീത്ത വൈദികരുടെ 3-ാം സഭയിലെ അംഗമാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചൊല്ലുന്ന ലിക്കിൽ ഓഫീസ് നമുക്കും ചൊല്ലേണ്ടി വരും. പക്ഷേ നമ്മൾ അൽമായരായതുകൊണ്ട് നമുക്കത് ചൊല്ലാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇളവുണ്ട്. ആ ഇളവ് നമ്മൾ ആ എൻറോൾ ചെയ്യിപ്പിച്ച അതേ വൈദികനെടുക്കൽ നമ്മൾ ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്.
ഒരുപക്ഷെ ആ വൈദികൻ പറയും, നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് പകരം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചാൽ മതി, അല്ലെങ്കിൽ എല്ലാ ദിവസവും 7 സ്വർഗസ്ഥനായ 7 നന്മ നിറഞ്ഞ 7 ത്രിത്വസ്തുതി എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലിയാൽ മതി എന്ന്. സോ ഇങ്ങനെയാണ് ശനിയാഴ്ച വരെ നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നത്. മറ്റൊരു ചോദ്യം ശ്രുതിയാണ് ചോദിക്കുന്നത്. ഐ ഹാവ് എ ബ്രൗൺ സ്കാപ്പുലർ മെയ്ഡ് വിത്ത് ബ്രൗൺ വൂൾ ആൻഡ് ക്ലോത്ത് ബട്ട് ദ കോഡ് ഈസ് ബ്ലാക്ക്, ഈസ് ദാറ്റ് ഓക്കെ? ബ്രൗൺ സ്കാപ്പുലറിനെ സംബന്ധിച്ച് ബ്രൗൺ സ്കാപ്പുലർ ബ്രൗൺ തന്നെ ആയിരിക്കണം. അതിൻ്റെ ചരട് കറുത്തതോ ബ്രൗണോ എന്നതിൽ വിഷയമില്ല. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫ്രണ്ടിലും ബാക്കിലുമുള്ള ആ ഭാഗം ബ്രൗൺ ആയിരിക്കണമെന്നേ ഉള്ളൂ. അതിൻ്റെ റോപ്പ്, അതിൻ്റെ ചരട് ബ്ലാക്ക് ആയാലും ബ്രൗൺ ആയാലും കുഴപ്പമില്ല. അന്ന റോബിൻ ചോദിക്കുകയാണ്, ലിറ്റിൽ ഓഫീസ് പ്രയർ ചൊല്ലാതെ ഉപവസിച്ചാൽ മതിയോ, അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ലിറ്റിൽ ഓഫീസ് നമ്മളല്ല തീരുമാനിക്കേണ്ടത് ഏത് പ്രാർത്ഥന ചൊല്ലണം എന്നുള്ളത്. നമുക്ക് ഈ ഉത്തിരീയം ധരിപ്പിച്ചു തരുന്ന, അല്ലെങ്കിൽ ശനിയാഴ്ച വരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുന്ന വൈദികനാണ് നമ്മുടെ അടുക്കൽ പറയേണ്ടത് ഏത് പ്രാർത്ഥന ചൊല്ലണം എന്നുള്ളത്. ബ്രൗൺ സ്കാപ്പുലർ എവിടെ കിട്ടും, എങ്ങനെ യൂസ് ചെയ്യണം? ബ്രൗൺ സ്കാപ്പുലർ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ബ്രൗൺ സ്കാപ്പുലർ നിങ്ങൾക്ക് ലഭിക്കും. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ 2 രീതിയിലാണ്. ഒന്ന്, നിങ്ങൾ സാധാരണ നിങ്ങളുടെ വികാരച്ചനെ കൊണ്ട് ഏതെങ്കിലും ഒരു വൈദികനെ കൊണ്ട് ബ്ലസ് ചെയ്യിച്ച് നിങ്ങൾക്കിത് ധരിക്കാം. ഇങ്ങനെ ധരിക്കുമ്പോൾ ആദ്യത്തെ പ്രോമിസ് നിത്യനരകാഗ്നിയിൽ പോകില്ല എന്ന പ്രോമിസാണ് ലഭിക്കുക. ശനിയാഴ്ച വരെ ലഭിക്കില്ല. ശനിയാഴ്ച വരെ ലഭിക്കാൻ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട കർമ്മലീത്ത വൈദികനെ തന്നെ സമീപിക്കേണ്ടതാണ്. അപ്പോൾ ശനിയാഴ്ച വരെ സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉത്തിരീയം ധരിക്കുന്നത് തന്നെ അതൊരു പ്രയറാണ്. പ്രത്യേകിച്ച് മറ്റ് പ്രാർത്ഥനകളൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല. ബ്രദർ ജെസ്സി എം തോമസ് ചോദിക്കുകയാണ്, ബ്രദർ സ്മോൾ ബ്രൗൺ സ്കാപ്പുലർ അവൈലബിൾ, ഐ ഹാഡ് പർച്ചേസ്ഡ് ഫ്രം യു, ഇസ് വെരി ലോങ് ആൻഡ് ബിഗ്, ഐ ഷാൽ ഗെറ്റ് ഇറ്റ് ലിറ്റിൽ സ്മോൾ വൺ. ചെറിയ സ്കാപ്പുലർ നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അത് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിക്കും. നീത ബോസ്, എനി പ്രോബ്ലം ടു വാഷ് ബ്ലസ്സഡ് സ്കാപ്പുലർ? വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണയായിട്ട് പറയുന്നത് ഈ ഒരു പ്രോമിസ് നമുക്ക് ലഭിക്കാൻ നമ്മൾ എല്ലായ്പ്പോഴും ഇത് ധരിക്കണം എന്നാണ്. കുളിക്കുന്നതിന് മുൻപ് അഴിച്ചു വെക്കാം എന്നുണ്ട്. എന്നിരുന്നാലും സ്കാപ്പുലറിനൊക്കെ അത്രയല്ലേ വിലയുള്ളൂ. സോ കുളിക്കുമ്പോഴും അതെന്തിലായിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വാങ്ങിക്കാൻ സാധിക്കും. ഇനി ശനിയാഴ്ച വരം സ്വീകരിച്ച് പിന്നീട് ബ്രൗൺ സ്കാപ്പുലർ പൊട്ടിപ്പോയാലും നമ്മൾ വീണ്ടും പോയി ശനിയാഴ്ച വരെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ വികാരച്ചനെ കൊണ്ട് തന്നെ ബ്ലസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ധരിക്കാവുന്നതാണ്. വീണ്ടും ശനിയാഴ്ച വരെ നമ്മൾ പോയി സ്വീകരിക്കേണ്ട ആവശ്യമില്ല. സോ സ്കാപ്പുലർ വാഷ് ചെയ്യുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. ജോണി എലീസ ചോദിക്കുകയാണ്, ഹു ആർ ദ എലിജിബിൾ പ്രീസ്റ്റ് ടു ബ്ലസ് ദ ബ്രൗൺ സ്കാപ്പുലർ? എല്ലാ വൈദികരും എലിജിബിളാണ് ബ്രൗൺ സ്കാപ്പുലർ ബ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ വൈദികർക്കും അനുമതിയുണ്ട് ബ്ലസ് ചെയ്യാം, സ്വീകരിക്കാം നമുക്ക്. പക്ഷേ നമുക്ക് ഫസ്റ്റ് പ്രോമിസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. സാബത്തൻ പ്രിവിലേജ് ശനിയാഴ്ച വരെ ലഭിക്കാൻ ഒരു കർമ്മലീത്ത വൈദികൻ, അതായത് ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട കർമ്മലീത്ത വൈദികൻ തന്നെ ബ്ലസ് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഉത്തിരീയവും ജപമാലയും, ജോമോൻ ചോദിക്കുകയാണ്, ഉത്തിരീയവും ജപമാലയും ഒരുപോലെ കഴുത്തിൽ ധരിക്കാമോ? ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. ഉത്തിരീയവും ജപമാലയും നമുക്ക് കഴുത്തിൽ ധരിക്കാം. ആകെ ഉണ്ടാകുന്ന പ്രശ്നം ഉത്തിരീയവും ജപമാലയും കൂടി ആകുമ്പോഴേ ഇത് രണ്ടും ഇങ്ങനെ കൂട്ടിപ്പണിഞ്ഞ് കിടക്കും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉത്തിരീയം എങ്ങനെ, എപ്പോൾ, ഏത് സമയത്താണ് ധരിക്കേണ്ടത്? ഉത്തിരീയം എപ്പോഴും ധരിക്കേണ്ടതാണ്. അത് കഴുത്തിൽ തന്നെയാണ് ധരിക്കേണ്ടത്. സുനില ജോസഫ് ചോദിക്കുകയാണ്, സ്കാപ്പുലർ വിച്ച് വി ഗെറ്റ് സംടൈംസ് ഹാവ് എ പ്ലാസ്റ്റിക് കവറിങ്. ഐ ഓൾവേസ് ഹാവ് ഡൗട്ട് വെദർ ദിസ് ഈസ് ദ പ്രിസ്ക്രൈബ്ഡ് വൺ ഓർ നോട്ട്. ഡു ഷെയർ യുവർ തോട്ട്സ്. ഉത്തിരീയം എപ്പോഴും 100% വൂളൺ ആയിരിക്കണം. പ്ലാസ്റ്റിക്കോ സിൽക്കോ ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 100% വൂളൻ ആയിരിക്കണം എന്നത് നിർബന്ധമാണ്. റോസ്ലി ആൻ്റണി ചോദിക്കുകയാണ്, വെഞ്ചരിച്ച ഉത്തിരീയം നമ്മൾ തന്നെ കഴുത്തിൽ ഇട്ടാൽ മതിയോ, അല്ലെങ്കിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ടോ? എന്താണ് അതിൻ്റെ ക്രമങ്ങൾ? വൈദികൻ വെഞ്ചരിച്ച ഉത്തിരീയം നമുക്ക് തന്നെ ധരിക്കാവുന്നതാണ്. അതിന് പ്രത്യേക പ്രാർത്ഥനകളില്ല. ശനിയാഴ്ച വരെ സ്വീകരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. മറ്റൊരു വ്യക്തി ചോദിക്കുകയാണ്, ഞാൻ ഉത്തിരീയം ധരിക്കുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛനെ കൊണ്ടാണ് വെഞ്ചരിച്ചത്, വേറെ അച്ഛനെ കൊണ്ട് ഇത് വെഞ്ചരിക്കണോ? വേണ്ട. ഉത്തിരീയം വെഞ്ചരിക്കാൻ എല്ലാ വൈദികർക്കും അധികാരമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സാബത്തൻ പ്രിവിലേജ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ്
നമ്മൾ പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ട കർമ്മലീത്ത വൈദികനെ സമീപിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ആണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ചില ക്വസ്റ്റ്യൻസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ ഞാൻ മറുപടി തരാം. ഈ സാബത്തേൻ പ്രിവിലേജ് എന്നത് ഒരു ഫേക്കായിട്ടുള്ള കാര്യമാണെന്ന് ഇവൻ കർമ്മലീത്ത വൈദികർ പോലും പറഞ്ഞതായിട്ട് എൻ്റെ പല സുഹൃത്തുക്കളും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പറയും, എൻ്റെ വൈഫ് പറയും, എന്താണ് വേണ്ടത് പറയും. ആനയുടെ പടമുള്ളത് കുഴപ്പമില്ല. എന്താ പ്രശ്നം? ആരാ പറഞ്ഞു? അവിടെ നോക്കൂ, ഞാൻ ഇതെല്ലാം ഇടും കേട്ടോ. ഞാൻ ഇടേ ക്ലോസ് ചെയ്തു. ഓക്കെ, സാബത്തേൻ പ്രിവിലേജ് എന്നതൊരു ഫേക്ക് ആണെന്ന് പലരും പറയുന്നുണ്ട്. കർമ്മലീത്ത വൈദികർ തന്നെ പറഞ്ഞായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ബ്രൗൺ സ്കാപ്പുലറിൻ്റെ ഫുൾ ഹിസ്റ്ററി, അങ്ങ് പഴയ നിയമം മുതലുള്ള ഹിസ്റ്ററിയുടെ PDF-ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇംഗ്ലീഷിലാണ്. അതൊന്ന് പേജ് ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കും. അതിൽ ജോൺ 22-ാമൻ പാപ്പയാണല്ലോ ഈ ബ്രൗൺ സ്കാപ്പുലറിൻ്റെ സാബത്തേൻ പ്രിവിലേജ് ഒരു പേപ്പൽ ബുള്ളായിട്ട് ഇറക്കിയത്. ആ പേപ്പൽ ബുള്ളിൻ്റെ പേര് സാക്രിറ്റിസിമോ എന്നാണ് അതിൻ്റെ പേര്. അലക്സാണ്ടർ ഒന്നാമനും ഈ ജോൺ 23-ാമൻ പാപ്പയുടെ ഈ പേപ്പൽ ബുള്ളിനെ കൺഫേം ചെയ്തിട്ടുണ്ട് 1409-കളിൽ. പിന്നീട് ക്ലെമൻ്റ് 7-ാമൻ പാപ്പ, പിയൂസ് 5-ാമൻ പാപ്പ, ഗ്രിഗറി 13-ാമൻ പാപ്പ, ഈ പാപ്പന്മാരെല്ലാവരും ഇത് വീണ്ടും 15-ാം നൂറ്റാണ്ട് വരെ ഇത് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ഒരു സാബത്തേൻ പ്രിവിലേജ് എന്നുള്ളത്. പിന്നീട് പലർക്കും ഡൗട്ടുള്ളൊരു കാര്യം, ഇതിലെന്തോ ഒന്ന് പിന്നീട് മാറ്റിയിട്ടുണ്ടല്ലോ എന്ന്. അതായത് പണ്ട് ഈ വെഞ്ചരിക്കുന്നത് പോലും കർമ്മലീത്ത വൈദികർക്ക് വെഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നിത്യ നരകാഗ്നിയിൽ വീഴാതിരിക്കാനുള്ള പ്രോമിസ് ലഭിക്കാനുള്ള വരം ലഭിക്കാൻ. അപ്പോൾ ഉത്തിരിയം വെഞ്ചരിക്കാൻ പോലും കർമ്മലീത്ത വൈദികർക്ക് പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉത്തിരിയം ധരിക്കുന്ന ആളുകളുടെ പേരുകൾ ഇടവകയിലെ രജിസ്റ്റർ ബുക്കിൽ രേഖപ്പെടുത്തുമായിരുന്നു. അപ്പോൾ പിന്നീട് അതിനാണ് മാറ്റം വരുത്തിയത്. ആർക്ക് വേണമെങ്കിലും ബ്ലസ് ചെയ്യിപ്പിക്കാം, ആർക്ക് വേണമെങ്കിലും ഏത് വൈദികനെ കൊണ്ടും ബ്ലസ് ചെയ്യിപ്പിച്ചിട്ട് ധരിപ്പിക്കാം. പക്ഷേ സാബത്തേൻ പ്രിവിലേജ് ലഭിക്കാൻ നമ്മൾ ഒരു നിയോഗിക്കപ്പെട്ട കർമ്മലീത്ത വൈദികനെ കൊണ്ട് തന്നെ നമ്മൾ ബ്ലസ് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇതൊന്നും ഫേക്ക് അല്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യണത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഇപ്പം ഈ ഉത്തിരിയും ധരിച്ച് മാരകപാപം ചെയ്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നിത്യനരകാഗ്നിയിൽ പോകും. ഉത്തിരിയും ധരിക്കുന്നതിനോടൊപ്പം നമ്മൾ നമ്മുടെ ജീവിതാന്തസ്സിനെ കണക്കായിട്ട് വിശുദ്ധി ജീവിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധി ജീവിക്കാൻ മാതാവ് നമ്മളെ സഹായിക്കും, അത് ഒരു പ്രൊട്ടക്ഷനാണ് എന്നും കൂടിയുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മാതാവ് അഡ്വക്കേറ്റാണ്. അപ്പോൾ നമുക്കുള്ള വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യോഗ്യതയുടെ പുറത്തല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. അതുപോലെ തന്നെ വളരെ ചെറുത് എന്ന് നാം ചിന്തിക്കുന്ന ചില കാര്യങ്ങളുടെ പുറത്തായിരിക്കും നമ്മൾ നരകത്തിൽ പോകാനും സാധ്യതയുള്ളത്. നമുക്കറിയത്തില്ല ഏത് കാര്യത്തിന് പുറത്താണെന്നുള്ളത്. ദൈവത്തിൻ്റെ കരുണയാണ് ബേസിക്കലി നമ്മെ സ്വർഗത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ മാതാവും കൂടി ഉണ്ടാകുമ്പോൾ മാതാവും നമുക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ള കാത്തലിക് ഡിവോഷൻസ് ഇപ്പോൾ ഫസ്റ്റ് 5 ഫ്രൈഡേയ്സ് 9 കോൺസിക്യൂട്ടീവ് ഫ്രൈഡേയ്സിൽ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിനോട് മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നിഷ്കർഷിക്കുന്ന പ്രാർത്ഥനകളും മറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കോൺസിക്യൂട്ടീവ് 9 ഫസ്റ്റ് ഫ്രൈഡേയ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നിത്യജീവൻ ഉറപ്പ് ആണ് എന്ന് ഈശോ വിശുദ്ധ മേരി മാർഗരറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കരുണയുടെ ഛായാചിത്രം വണങ്ങുന്ന ഒരാത്മാവ് നശിച്ചു പോകത്തില്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബ്രൗൺ സ്കാപ്പുലർ. മിറാക്കുലസ് മെഡൽ ധരിക്കുമ്പോഴും മാതാവ് പ്രത്യേക കൃപകൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു തരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിത്യജീവൻ അപകടത്തിലാകാതിരിക്കാൻ സ്വർഗം തന്നെ നമുക്ക് തരുന്ന ചില പ്രൊട്ടക്ഷനുകൾ നമ്മുടെ ആത്മാവിന് വേണ്ടി തരുന്ന കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശിശുക്കളെ പോലെ ചെറുതായിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതെല്ലാം വിശുദ്ധർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. പിന്നെ നമുക്കിതിനെപ്പറ്റി ഒന്നും സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പല മാർപ്പാപ്പന്മാരും ഉത്തിരിയം ധരിച്ചിരുന്ന വ്യക്തികൾ കൂടിയാണ്. ഉത്തിരിയം ധരിക്കുക, കുടുംബാംഗങ്ങളെ ധരിപ്പിക്കുക, മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, നിർബന്ധിക്കരുത്. വിവ ക്രിസ്റ്റോറെ.